ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഒരു ബജറ്റിന് മുമ്പുണ്ടായ ദിവസങ്ങളിലും ബജറ്റിന് ശേഷവും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് നന്നായിട്ട് നോക്കി കാണാൻ പറ്റുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അതേപോലെ ഇന്നും നല്ലൊരു പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം ഓപ്പൺ ചെയ്തത് നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ്. ഏകദേശം 1% മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഗ്ലോബൽ ന്യൂസിൻ്റെ പുറത്താണ് എന്നുള്ളതാണ്. ഗ്ലോബൽ ന്യൂസുകളൊക്കെ നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി തുടങ്ങിയ എല്ലാ സ്ക്രിപ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടത്തുന്നത്. എല്ലാ തരത്തിലും എന്തായിരുന്നു, ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മൂവ്മെന്റ് തന്നെയായിരുന്നു. മുകളിലേക്ക് മാത്രമാണ് ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം എവിടെ പോലും ഒരു ഡിപ്പ് തരാതെ നിഫ്റ്റി കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരുന്നു മുകളിലേക്ക്. അപ്പോൾ ഇതേപോലെ നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും ചെറിയ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സൈഡ് വൈസ് മൂവ്മെന്റും എന്ന് പറയാം. സൈഡ് വൈസ് ആയിരുന്നു, കറക്റ്റായിട്ട് കാര്യമായിട്ടൊരു മൂവ്മെന്റ് ഒന്നും തരാതെ എന്തുകൊണ്ട് സൈഡ് വൈസ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തതും മാർക്കറ്റിൽ. അപ്പം നാളെയും നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി 50 മാത്രമേ ഞാനൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണുന്നുള്ളൂ. നിഫ്റ്റി 24,500 മുകളിൽ ഓപ്പൺ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ 24,500 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ നിഫ്റ്റി 50 മുകളിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇന്നലെ പ്ലാൻ ചെയ്ത അതേപോലെ തന്നെ 24,585, 676, 822 നമ്മൾ ടാർഗറ്റുകൾ പ്ലാൻ ചെയ്യുന്നത്. താഴേക്കുള്ള ട്രേഡുകൾ 24,300 പോലെ തന്നെ 300 താഴെ വന്നാൽ മാത്രം, 24,300 താഴെ വന്നാൽ മാത്രം നിഫ്റ്റി 50 താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നിഫ്റ്റി ബാങ്കിലോ അതേപോലെ ഫിൻ നിഫ്റ്റിയിലോ ഇപ്പോഴും ഞാൻ ബുള്ളിഷ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് രണ്ടിലും 50,800 താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും നിഫ്റ്റി ബാങ്കിൽ ഒരു താഴത്തേക്കുള്ള ട്രേഡുകളാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ബിയറിഷാണ് ഇപ്പോഴും. നാളെ 51,500 അഥവാ ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 51,500ന്റെയും 51,000 ഇടയിൽ ഓപ്പൺ ചെയ്താൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ ഒരു സെല്ലിങ്ങിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തു എന്നുള്ളതിന് നല്ല പ്രസക്തി ഉണ്ട്. നാളെ അഥവാ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ എന്ത് ചെയ്യും, സൈഡ് വൈസ് ആണ്. അങ്ങനെയാണ് അടുത്ത 2 ദിവസം ഒരു സൈഡ് വൈസ് മൊമെന്റം കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിഫ്റ്റി ബാങ്കിൽ. അപ്പോൾ 51,500 മുകളിൽ പോയാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇന്നത്തെ ലാസ്റ്റ് സ്വിങ്ങിന് താഴെ 50,800 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ താഴെ വരികയാണെങ്കിൽ 50,800 താഴെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. 50,600, 50,400 അല്ലെങ്കിൽ താഴെ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇന്ന് നിഫ്റ്റി ബാങ്ക് കൂടുതൽ മൂവ് ചെയ്യാത്തതിന്, അപ്സൈഡ് വലിയ മൂവ്മെന്റ് തരാത്തതിന് കാരണം, അല്ലെങ്കിൽ നിഫ്റ്റി ഫിൻ നിഫ്റ്റി മേലേക്ക് ഒരു മൂവ്മെന്റ് തരാത്തതിന് കാരണം ഒരു തരത്തിൽ ആക്സിസ് ബാങ്കിന്റെ 5% ഡൗൺ സൈഡ് വീഴ്ച ആയിരിക്കാം. കാരണം ഒരു സമയത്ത് 5.8% വരെ എന്തുണ്ടായിരുന്നു, ആക്സിസ് ബാങ്ക് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റി 50യുടെ മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ആവാം, എനർജി ആവാം, അല്ലെങ്കിൽ ഫാർമ ആവാം. ഇങ്ങനെ ഒരു 4 സെക്ടറുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അതിന്റെ ബലത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ നിഫ്റ്റി മേലേക്ക് കയറി പോയിട്ടുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.